എന്നിട്ട് ഞങ്ങളെന്താ ചെയ്തതെന്നറിയോ, സെൻട്രൽ സാസിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ട് ഞങ്ങൾ സെൻട്രൽ സാസിൽ ഫ്രഞ്ച് പഠിക്കാൻ ജോലി. സെൻട്രലാണ് നല്ല ചിക്സ് ഒക്കെ ഉള്ളത്. പിന്നെ അത് വിമൻസ് കോളേജ് എന്ന് സ്വാതന്ത്ര്യമുള്ള പത്രപ്രവർത്തകർക്ക് മാത്രമേ ഉള്ളൂ. എന്തും എവിടെയും പറയാം ആരെ പറ്റി, സത്യമാവണമെന്നില്ല. ലാൻഡ് ഫോണില്ല, അന്നൊരു ലാൻഡ് ഫോൺ ഞാൻ 60,000 രൂപ കൊടുത്തിട്ടാണ് അന്ന്. ഒരാളെ മീറ്റ് ചെയ്യണ, എങ്ങനെ മീറ്റ് ചെയ്യും പറ? പക്ഷെ കൊച്ചിയിൽ ഞാൻ കേട്ടിട്ടുള്ളത് കാറുള്ളവർക്കും കാക്കനാട് ഉണ്ടെങ്കിലും ഡേറ്റിങ്ങിന് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളിപ്പം ഒരു ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡേറ്റിംഗ് സീനോ അല്ലെങ്കിൽ അറിഞ്ഞത് ഏത് പ്രായത്തിലാ? ലൈറ്റ് പ്രേമം എന്നല്ലേ പറഞ്ഞിരുന്നു? പ്രേമം, അത് തന്നെ പ്രേമം, ലൈൻ അടിക്കുക. അതുപോലെ തന്നെ ഇത് എന്താ പറയണേ, പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതിനകത്തല്ലായിരുന്നു. പക്ഷെ എങ്ങനെ ഡേറ്റ് ചെയ്യും? ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഡേറ്റിംഗ്? എങ്ങനെ ഒരാളെ കണ്ടാൽ മതിയാ? നമ്മളൊക്കെ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബോയ്സ് കോളേജ്, എങ്ങനെ നമ്മളൊരു പെണ്ണിനെ കാണും? പള്ളി വിട്ടു പോകും. ഞാൻ സ്കൂളിട്ട് പോവാ, പള്ളി വിട്ടു പോകുമ്പോ ബാക്കിൽ നടക്കുക, അത്രേ ഉള്ളൂ അല്ലേ? വീട്ടിൽ ഇവര് പുറത്തെവിടെയെങ്കിലും കണ്ടെങ്കിൽ ചെന്നാലോ പറയോ ഇതായിരുന്നു നമ്മുടെയൊക്കെ സംസാരിക്കുന്നില്ല, കണ്ടാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സെൻട്രൽ സാസിൽ അന്ന്, സെൻട്രൽ സാസ് ആണല്ലോ നമ്മുടെ ഇവിടുത്തെ കൊച്ചിയിലെ വിമൻസ് കോളേജ്. പക്ഷെ കൊച്ചിയിൽ ഞാൻ കേട്ടിട്ടുള്ളത് കാറുള്ളവർക്കും കാക്കനാട് ഉണ്ടെങ്കിലും ഡേറ്റിങ്ങിന് കൊണ്ടുപോകണം. കാറ് ഒന്നും എനിക്ക് കാറുണ്ട്, കാറുണ്ട് ഡേറ്റിങ്ങിന് കാക്കനാട് ഭാഗത്തേക്ക് പോകുന്നത്. അതെ, കാക്കനാട് കാടാണ്, കാറിൽ പോകും. കാക്കനാട് എന്ന് പറഞ്ഞ കാട് ഞാൻ 1000 രൂപയ്ക്ക് സ്ഥലം മേടിച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോഴും ഉണ്ടോ സ്ഥലം? 1000 രൂപയ്ക്ക് കാക്കനാട് കേട്ടോ. അപ്പം ആ ഏരിയയിലൊക്കെ ആരും പോയില്ല അങ്ങോട്ട്. പക്ഷേ നമുക്ക് അതിനുള്ളൊരു ആളെ മീറ്റ് ചെയ്യണ്ടേ? അത് കൊണ്ടുപോകാനുള്ള ഒരാളെ മീറ്റ് ചെയ്യണ, എങ്ങനെ മീറ്റ് ചെയ്യും പറ? പള്ളി, അമ്പലം, ഇല്ലെങ്കിൽ വല്ല സിനിമ, അല്ലെങ്കിൽ അല്ലേ, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങളെന്താ ചെയ്തതെന്നറിയോ, സെൻട്രൽ സാസിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ട് ഞങ്ങൾ സെൻട്രൽ സാസിൽ ഫ്രഞ്ച് പഠിക്കാൻ ജോലി. ആമ്പിള്ളേർ 5:30 മണിക്ക് ശേഷം അങ്ങനെ ഞങ്ങൾ സെൻട്രൽ സാസിൻ്റെ ഉള്ളിൽ കയറി ഫ്രഞ്ച് പഠിക്കാൻ. നല്ല ചിക്സ് ഒക്കെ ഉള്ളത്. പിന്നെ അത് വിമൻസ് കോളേജ് എന്ന് സെൻട്രൽ സാസ് ആണല്ലോ കൊച്ചിയിലെ. അല്ല, അന്ന് ഇങ്ങനത്തെ ഗെറ്റ് ടുഗദേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് ഗെറ്റ് ടുഗദേഴ്സേ ഉള്ളൂ. ഫാമിലി ഗെറ്റ് ടുഗദർ അതൊക്കെ കൂടുതലാണ് ഇന്ന് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് കൂടുതലുമാണ്, സ്പേസും ഉണ്ടല്ലോ. സ്പേസ് കൊണ്ട് കൂടുതലാണ്. നമുക്കൊരു ആവശ്യം വന്നാൽ നമുക്ക് ആൾക്കാരൊന്നും കൂടുതലുമാണ് എന്തിനും. ഇന്നിപ്പോൾ നമുക്കെല്ലാം ഈ പറയുന്ന ഭയങ്കര ആൾക്കാരില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അപൂർവമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഞാൻ കാണുക, കണ്ടു കഴിഞ്ഞാൽ പോയി നിൽക്കാനും സംസാരിക്കാനും ഹൈഡ് ചെയ്യാനും സ്ഥലം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞങ്ങളൊരു 10-25 പേരുണ്ട്. ഞങ്ങൾക്ക് ഫോണും ഇല്ല, ഒന്നുമില്ല. ഇവൻ പലരുടെ വീട്ടിൽ ലാൻഡ് ഫോണില്ല. അന്നൊരു ലാൻഡ് ഫോൺ ഞാൻ 60,000 രൂപ കൊടുത്തിട്ടാണ് അന്ന് ഒരു ലാൻഡ് ഫോൺ ഞാൻ ഒരു കണക്ഷന്. അല്ല, ബാക്കിയുള്ളവരും ഫോണില്ലാതെ നമുക്ക് ഫോൺ മാത്രം ഉണ്ടായിട്ടുണ്ട്. ആ അതെ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പുറത്തുനിന്നില്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കണ്ടില്ല, ഒരു ദിവസം കണ്ടില്ല, 2ാമത്തെ ദിവസം കണ്ടില്ലെങ്കിൽ നമ്മൾ തപ്പി വീട്ടിൽ പോകും. എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ. കുറച്ച് പഞ്ചുലായിരുന്നു. 4 മണിക്ക് അവിടെ കാണാന്ന് പറഞ്ഞാൽ 4 മണിക്ക് അവിടെ ഉണ്ടാവും. അത് വരും. അതല്ലേ, ലോട്ട് ഓഫ് ഡിഫറൻസ്. പക്ഷെ നമുക്ക് എനിക്കൊക്കെ ഉള്ള ഒരു എന്താന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ട്രാഫിക് ഉണ്ടോ? ട്രാഫിക് 8 മണിക്ക് ശേഷം ഒരു മനുഷ്യരില്ലല്ലോ. അതല്ല പകല് നോട്ട് മച്ച് ട്രാഫിക് തുടങ്ങുന്നത് രാവിലെ ഒരു 8 മണി 8:30 മണിക്ക് കുറച്ച് ട്രാഫിക് ഉണ്ടാവും. അത് ആ ട്രാഫിക് ഒരു 11:30 മണിയാകുമ്പോഴേക്കും ഒന്ന് ഡിമ്മാവും. ബസ്സും ഓട്ടോറിക്ഷ ആയിരിക്കുമല്ലോ കൂടുതൽ. ബസ് ഓട്ടോറിക്ഷ തന്നെ കൂടുതൽ. പക്ഷെ രാത്രി 8 മണിക്ക് ശേഷം പിന്നെ ബസ്സില്ല, നൈറ്റ് ലൈഫ് ഇല്ല. നൈറ്റ് ലൈഫ് ഒന്നുമില്ല. പബ്ബൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ദിവസം എന്താ അറിയാമോ, ക്യാബറ ഉണ്ടായിരുന്നു. നൈറ്റ് ലൈഫ്. അല്ല, അത് എത്ര മണി വരെ ഉണ്ടാവും? അത് 2 മണി വരെ ഒക്കെ പോകും. അന്ന് നിയന്ത്രണമില്ല. 2-3 മണി. പക്ഷെ 2 മണിക്ക് അല്ല, ഈ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയൊന്നും അല്ല. അല്ല, പടങ്ങളിൽ കാണാറുണ്ട്. അത് ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഇതിന്റെ ക്യാബറയുടെ പോസ്റ്റർ അവർ പുറത്തിടും. ഓക്കെ, സീലോഡിന്റെ തൊട്ട് സൈഡിൽ ഇറങ്ങണ അവിടെ ലെഫ്റ്റ് സൈഡിലൊരു ഹോട്ടലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജോസ് ജംഗ്ഷനിൽ ഇന്റർനാഷണൽ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. ഇന്നത്തെ വാറ്റ്സനൊക്കെ ഉള്ള ഹോട്ടൽ. അതെ, ഇന്റർനാഷണൽ. എനിക്ക് ഓർമ്മ. ലിമഡിയൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, മെറിഡിയൻ ഇല്ലല്ലോ ഒന്ന്. ബോൾഗാട്ടി, മെറിഡിയൻ ഇല്ല, ബോൾഗാട്ടി ഒന്നും ഇല്ല. അവിടുത്തെ ഏറ്റവും ഫേമസ് ക്യാബറ ജോയിന്റ് സീലോഡ്. ഹൈ എൻഡ് ഐലൻഡിൽ നമ്മുടെ ഇപ്പോഴത്തെ
ട്രൈഡൻറ്റ് നോ, ഐലൻഡിലും ക്യാബ്ര പിന്നെ ഫോർട്ട് കൊച്ചിയിലായിരിക്കും ഉണ്ടാവും ഞാൻ. ഇല്ല, ഫോട്ടോ ജില്ലയില്ല. ഇല്ല. നോ, ഇവിടെ കൊച്ചിയിൽ ഈ ഒരു 3 അടുത്താണ് എൻ്റെ ഓർമ്മ, ഞങ്ങളൊക്കെ പോകുമായിരുന്നു. അതെ. ഇവിടുത്തെ ഏറ്റവും ഫസ്റ്റ് 5 സ്റ്റാർ ഹോട്ടൽ ഏതാ? സീലോഡാണ് 5 സ്റ്റാർ. ഏത്? മറൈൻ ഡ്രൈവിന്റെ അവിടെയുള്ള? മറൈൻ ഡ്രൈവിലുള്ള സീലോഡായിരുന്നു അന്നത്തെ ഒരു ആ bar ഉള്ളത്? പ്രസ്റ്റീജിയസ് ഹോട്ടൽ. അത് കഴിഞ്ഞ് താജ് മലബാർ. ഏത് താജ് മലബാർ റിസോർട്ട്? താജ് മലബാർ ഇവിടെ വില്ലിംഗ്ടൺ ഐലൻഡിൽ. അതാണ് രണ്ടാമത്തെ അല്ലേ? വില്ലിംഗ്ടൺ ഐലൻഡിൽ അതാണ് ആദ്യത്തെ എന്ന് പറയാം അല്ലേ? അതെ, ദാറ്റ്സ് എ ഫസ്റ്റ് 5 സ്റ്റാർ ഹോട്ടൽ. സീലോഡ് 5 സ്റ്റാർ അല്ല, ഈ നമ്മുടെ ബ്രണ്ടൻ ബോട്ടിയാടൊന്നും വന്നിട്ടില്ലേ? ഏയ് ബ്രണ്ടൻ ബോട്ടിയാടൊക്കെ ഇപ്പൊ കാണാൻ പഴയ പോലെ ഉണ്ടല്ലോ. അത് പഴയ ബോട്ടിയാടല്ലേ, അത് ലീസിനെടുത്തേക്കണാണ് അത്. അല്ലാതെ പഴയ കാലത്തെ അല്ലല്ലേ? ഞാൻ വെച്ചാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും പഴയ ഹോട്ടൽ. ദാറ്റ് വാസ് ടേക്കൺ ബൈ കാസിനോ ഗ്രൂപ്പ്. അത് ലീസിനെടുത്തേക്കണം. ആ, പിന്നെ അപ്പോൾ അതിന് നല്ല കാശാണ് അവര് അവിടുത്തെ ബാറിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ സ്ഥിരം വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബ്രിസ്റ്റോസ് ഓൾഡ് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ റിസോർട്ടിൽ താമസിച്ചിട്ടുണ്ടാ? അവിടെ നിന്ന് പ്രൈവറ്റ് ബീച്ച് പോലെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ. അതെ, പക്ഷെ ബ്രണ്ടൻ ബോട്ടിയാലിൽ പറ്റില്ല. അതില്ല, അത് നേരെ വെള്ളമാണ് ബ്രണ്ടൻ ബോട്ടിയാറിൻ്റെ. സോ അത് പ്രൈവറ്റ് ബീച്ച് ഉണ്ടാക്കുന്ന സാധനം ഇല്ല നമ്മുടെ നാട്ടിലധികം. ഇല്ല. ബീച്ച് ഗവൺമെന്റിന്റെ. പക്ഷെ ആലപ്പുഴയിൽ കുറച്ചുണ്ട്. അല്ല, ആലപ്പുഴ എന്നാലും രാത്രി വിട്ടില്ല. പിന്നെന്ത് പ്രൈവറ്റ് ബീച്ച്? അല്ല, ഇപ്പം നമ്മുടെ എൻ്റെ റിസോർട്ടിൽ പ്രൈവറ്റ് ബീച്ച് എന്ന് പറയാം. അതിൽ വിടില്ലേ? അതിൽ ബീച്ച് വീണ്ടും ബീച്ചുണ്ട്. അപ്പൊ കുറെ ബീച്ച് നമ്മുടെ പ്രൈവറ്റ്, കുറച്ച് പ്രത്യേക ടാക്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, പെർമിഷൻ കൊടുക്കണ്ട. പ്രോപ്പർ അവരങ്ങനെ രാത്രി നമ്മൾ ബ്ലോക്ക് ചെയ്യണം അങ്ങോട്ട് പോകാൻ. ആര്? മാരാരി ബീച്ചിലൊക്കെ രാത്രി അങ്ങോട്ട് പോകുമ്പോൾ അവർ പോകാൻ പാടില്ലെന്ന് പറയും. ബീച്ചിലത്തെ ആൾക്കാർ തന്നെ. മാരാരി ബീച്ചിൽ പോയിട്ടുണ്ടോ റിസോർട്ടിൽ? പിന്നെ പ്രൈവറ്റ് ബീച്ച് ഉണ്ട് അവർക്ക്, പക്ഷെ അവർ വിടില്ല രാത്രി. നോട്ട് പ്രൈവറ്റ്. എന്തെങ്കിലും അപകടം പറ്റാതിരിക്കാണോ എന്ന് ചോദിച്ചിട്ടാണോ? അതായിരിക്കുള്ളൂ. പക്ഷെ കോഴിക്കോട് ബീച്ചൊക്കെ ഓപ്പണോ രാത്രി പോയി? നമ്മുടെ ഇവിടെ പക്ഷെ സമ്മതിക്കില്ല. എന്താ? കടലും മലകളും താഴ്വരകളും അവർ അവരുടേതാക്കി മറ്റുള്ളവരെ അതിൽ നിന്ന് വിലക്കി. ഏത്? 201? 201 കൊടുത്തോളൂ. അങ്ങനെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വെറും കൊടിയിലും 15-ാം തീയതി മാത്രം നമ്മൾ ആലോചിക്കുന്ന ഒന്നായി മാറി. ഇപ്പോൾ എന്താണ് ബന്ധനം? എന്തിലാണെങ്കിലും ബന്ധനം തന്നെ ബന്ധനം എന്ന് പറയില്ലേ? സ്വർണ്ണക്കൂടിലാണെങ്കിലും ബന്ധനം തന്നെ എന്ന് പറഞ്ഞ പോലെ അവിടേക്ക് പോയത് വലിയൊരു സ്ഥലം, എന്നിട്ടൊരു കുത്തിടും. ഇവിടെ ഫുള്ളായിട്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചോ. That is mean സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യമുള്ള പത്രപ്രവർത്തകർക്ക് മാത്രമേ ഉള്ളൂ. എന്തും എവിടെയും പറയാം, ആരെപ്പറ്റി. സത്യമാവണമെന്നില്ല. സത്യം ഇനി എന്താണെങ്കിൽ ശരി, ഞങ്ങളതിനെ മൈൻഡ് ചെയ്യാറില്ല. ഞങ്ങൾക്കത് അറിയുന്നു. സത്യത്തിന് വിലയില്ല. വിലയുണ്ടെങ്കിലോ അതിനൊരു സുഖമില്ല. സുഖമുണ്ടെങ്കിലോ അതിനൊരു കുശുമില്ല. ഏതോ റോഷൻ എന്താണ് താന്ത കണ്ണോണ്ട് കാണിച്ചേ? താനിപ്പോൾ ടീച്ചർ ചെയ്യുന്നില്ലേ? അവള് എൻ്റെ പടത്തിൽ സിസ്റ്ററായിട്ട് അഭിനയിച്ചു. നല്ല രസമായിരുന്നു കോസ്റ്റ്യൂമിൽ. ആ ഫോട്ടോസ് കാണിച്ചു കൊടുത്താ? ഇത് നല്ല കോസ്റ്റ്യൂമായിരുന്നു.